ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മാംഗോ മേളയ്ക്കാണ്, മാങ്ങയുടെ ഒരു കേന്ദ്രത്തിലേക്കാണ്. വേറെ ഒന്നുമില്ല, 50-60 ഷോപ്പിൽ കൂടുതലുള്ള ഒരു മാംഗോ മേളയ്ക്കാണ് നമ്മൾ പോകുന്നത്. ഇത് എല്ലാ വർഷവും ബാംഗ്ലൂരിൽ നടക്കുന്ന മേളയാണ്. എല്ലാ വർഷവും, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയമല്ല. അതേപോലെ തന്നെ ഈ വർഷവും ഞാൻ നിനക്ക് വീഡിയോ ചെയ്യണം എന്ന് കരുതിയിട്ട് 2-3 തവണ പോയപ്പോഴും മഴയൊക്കെ ആയിരുന്നു, അത് കാരണം വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ രാത്രിയാണ് പോയിരിക്കുന്നത്. രാത്രി സമയം ഒരു 11 മണിയായി. ഈ ഷോപ്പുകളെല്ലാം ഒരു 12 മണി വരെ മാക്സിമം കാണത്തുള്ളൂ. അതിന് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ക്ലോസിങ് ടൈമായി. പല കടകളും പറക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പല കടകളും ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 50-60 കടകളിൽ കൂടുതലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോയുടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് അതാണ് ശരിക്കും. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെക്രി സർക്കിളിൽ നിന്ന് ശിവാജി നഗർ പോകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലാണ്, അതായത് സ്നോ സിറ്റിയൊക്കെ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലാണ്. ഇതിൻ്റെ ശരിക്കും ആ റോഡിൻ്റെ പേര് ജയമഹാൽ റോഡ് എന്നാണ്. അപ്പോൾ അവിടെയാണ് ശരിക്കും ഈ മാംഗോയുടെ മേള നടക്കുന്നത്. ഇതിൻ്റെ ടൈം വരുന്നതെന്ന് വെച്ചാൽ രാവിലെ 8 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ്. 11 മണി എന്നുള്ളത് 11:30 വരെയൊക്കെ ചിലപ്പം ചില ഷോപ്പുകളൊക്കെ കാണും, 1-2 ഷോപ്പുകളൊക്കെ തുറന്നിരിക്കും. എന്നാലും എല്ലാ ഷോപ്പുകളും ഉള്ളതെന്ന് വെച്ചാൽ രാവിലെ 8 മണി തൊട്ട് 11 മണി വരെയാണ്. 11 മണി എന്നുള്ളത് 11 മണി ആവണ്ട, 10 മണിക്ക് മുമ്പ് പോവുകയാണെങ്കിൽ അപ്പോൾ എല്ലാ ഷോപ്പുകളും ഉണ്ടാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50-60 കടകളിൽ കൂടുതലുണ്ട്. അപ്പം എല്ലാ കടകളിലും നിങ്ങൾക്ക് കയറി വില കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതേപോലെ തന്നെ 15-ൽ കൂടുതൽ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എനിക്കറിയാവുന്നതാണ്, ഞാൻ 1-2 കടകളിൽ ചോദിച്ചപ്പോഴത്തേക്കാണ് ഇത്ര ഐറ്റംസ്. നിങ്ങൾക്ക് മറ്റു കടകളിൽ കൂടെ കയറി കഴിഞ്ഞാൽ നിറയെ കാര്യങ്ങൾ അറിയാനും തിരക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതിനൊക്കെ തന്നെ നിറയെ ഐറ്റംസ് കാണാനും പറ്റും. അതുപോലെ തന്നെ ഇത് തുടങ്ങിയിട്ട് 2 മാസമായി. ഇനി 2 മാസം കൂടെ ഇത് കാണത്തുള്ളൂ. ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോവുക. അതേപോലെ തന്നെ നിങ്ങൾ പോകുമ്പം ഈ ഒരു ആൻറ്റിയുടെ കടയിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻറ്റിയുടെ കടയിൽ കയറാൻ മറക്കണ്ട. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ആൻറ്റി ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ക്ലോസിംഗ് ടൈം എല്ലാം പറക്കി വെച്ചോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതിനൊക്കെ മാങ്ങ ചോദിച്ച് റേറ്റൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ക്ലോസിംഗ് ടൈമാണ്, മോന് വില കുറച്ച് തരാൻ വന്നിട്ട് 2 കിലോ മാങ്ങ എനിക്ക് 100 രൂപയ്ക്കാണ് തന്നത്. അതേപോലെ തന്നെ അവിടെ എല്ലാ മാങ്ങയും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. അപ്പോൾ ഞാൻ ആൻറ്റി ജസ്റ്റ് ഒരു വീഡിയോ എടുക്കട്ടെന്ന് ചോദിച്ചതും ആൻറ്റി മോനെ തമിഴ് വേണോ കന്നഡ വേണോ ഏത് ഭാഷയിൽ പറഞ്ഞാന്ന് ചോദിച്ചിട്ട് തമിഴിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ശരിക്കും അവരെന്നെ ഒരു മോനെ പോലെ ട്രീറ്റ് ചെയ്തു. അതാണ് ഞാൻ മെയിനായിട്ട് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആൻറ്റിയുടെ കടയിൽ കയറണമെന്ന് പറഞ്ഞത്. 50 ആണ്. പിന്നെ ആൻറ്റി എനിക്ക് 2 കിലോ മാങ്ങ 100 രൂപയ്ക്ക് തന്നെന്ന് പറഞ്ഞില്ല. അതെന്ന് വെച്ചാൽ നോർമൽ മാങ്ങ അല്ല, നല്ല ക്വാളിറ്റി കൂടി മാങ്ങയാണ്. നിങ്ങൾ ചിന്തിക്കും 2 കിലോ മാങ്ങയ്ക്ക് ഇപ്പോൾ പുറത്ത് 100 രൂപയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 3 കിലോ മാങ്ങയൊക്കെ 100 രൂപയ്ക്ക് കിട്ടുമല്ലോ എന്ന്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഏറ്റവും വില കൂടിയ ഐറ്റമാണ്. അത് ക്ലോസിംഗ് ടൈം ആയതാണ് എനിക്ക് 100 രൂപയ്ക്ക് 2 കിലോ തന്നെയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ അതിനൊക്കെ തന്നെ അവിടെ ഞാൻ കണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഷോപ്പിലും നിങ്ങൾക്ക് ബാർഗൈൻ ചെയ്ത് മേടിക്കാനാണ്. അവർ പറയുന്ന വിലയല്ല, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കാവുന്നതാണ്. അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. കർണാടക. ഓക്കെ. ഹൈദരാബാദ്. അത് ഹൈദരാബാദ്. അത് എവ്വളவு? 200. வேணா வேணா இல்ல சாப்பிடல. ഞാനത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാരണം എനിക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് തരുവാണ്, ആൾ നിർബന്ധിച്ച് തരുവാണ് കേട്ടോ. അതേപോലെ തന്നെ മൊത്തം 4 മാങ്ങ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നിറയെ എല്ലാ മാങ്ങ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാനായിട്ട് ആൾ തയ്യാറാണ്. അപ്പം ശരിക്കും ഒരു മോനെ പോലെ തന്നെ ട്രീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ ആൻറ്റിയുടെ കടയിൽ തന്നെ പോകണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാംഗോ മേളയുടെ വിശേഷങ്ങൾ. അപ്പം നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും വേഗം കാണാം. അതുവരെ ബൈ 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 ബൈ.